ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അകത്തിങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ വിചാരിച്ച്. കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അവരെങ്ങനെ നോക്കും ചെയ്യുക, പുറത്തേക്കൊന്ന് ഇങ്ങനെ ഇറങ്ങാമെന്നുള്ളതിൽ ഇറങ്ങിയതാണ്. കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം, നമ്മളെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തോടാണുള്ളത്. തോട്ടിലിപ്പോൾ വെള്ളമൊന്നുമില്ല, ഇപ്പോൾ വറ്റിക്കെടുക്കുകയാണ്, കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ ഇതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പുല്ലായതുകൊണ്ട് അത്ര കാണൂല, ഈ പുല്ലിൻ്റെ ഉള്ളിലാണ്. അതാ കാണാൻ പറ്റുന്നുണ്ടോ? പുല്ലില്ലാത്ത ആ ഭാഗത്തൊക്കെ നല്ല മീനുകളുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ മുറ്റത്തേക്കൊണ്ട് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ തോടാണ് കേട്ടോ ഇറങ്ങുന്നത്. പിന്നെ റോഡാണ്, തോടിൻ്റെ അപ്പുറത്ത് ഇതാ തോട് നേരെ നമ്മളെ വഴി ഇതാണ്. അപ്പോൾ നമ്മൾ തോട്ടിൻ്റെ വക്കിന് നീളത്തിൽ ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കമ്പി കെട്ടിയിരിക്കണം എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അപ്പോൾ അവർ വീഴുന്നുള്ള വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം മോൻ ഇതിലേക്ക് വീണും ചെയ്തിട്ടുണ്ട്. ആ കമ്പിയിൽ ഞങ്ങൾ എന്ത് ചെയ്യും, തുണികളൊക്കെ ഇങ്ങനെ വിരിക്കും. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലുള്ള സമയത്ത് ഇവിടെ നല്ല വെയിലുണ്ടാവും, വേഗം ഉണങ്ങും ചെയ്യും. പക്ഷേ ഇടയ്ക്കൊക്കെ തോട്ടിലേക്ക് തുണി വീഴാറുണ്ട് കേട്ടോ. നല്ല വെള്ളമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വേഗം അത് ഇറങ്ങിയെടുക്കും. അപ്പം ഇനി നല്ല വെള്ളമുള്ള സമയത്ത് ഞങ്ങൾ കാണിക്കേണ്ടത്. ഇപ്പോൾ വെള്ളം നല്ലോണം വറ്റിയതാണ്. നല്ല മഴ പെയ്താൽ നല്ല വെള്ളം ഉണ്ടാവും, അപ്പം നല്ല രസമാണ് കാണാൻ. പിന്നെ ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഒരുപാട് ചെടികളൊന്നുമില്ല. വേറെ പിന്നെ എന്തൊക്കെ ഇതിന് പേരുകളുണ്ട്, സാൻസ്വേറിയ, പിന്നെ വേറെ എന്തൊക്കെ പേരുകൾ, പല നാട്ടിലും പല പേരുകളാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, നിങ്ങളെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് ഈ ചെടിക്ക് പേര് പറയാൻ. ഈ ചെടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചെടിക്ക് വല്ലാതെ വെള്ളം വേണ്ട. ഒരുപാട് വെള്ളം കിട്ടി അത് ചീഞ്ഞു പോവും. അതങ്ങനെ വേഗം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവും. അതിൻ്റെ ഇല വെച്ചിട്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേര് പിടിപ്പിക്കുക. അതായത് ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഇല വെച്ചെടുത്താൽ അതിൽ വേര് വന്നിട്ട് ഇലമെന്നുണ്ടാവും വേറെ കുറേ തൈകൾ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ഞങ്ങളെ പിന്നെ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഇവിടെ ഒരു ഇരണീൻ്റെ മരം ഉണ്ട് കേട്ടോ. ഇത് ചെറിയൊരു തൈയായിരുന്നു, നമ്മളിവിടെ താമസിക്കുന്ന സമയത്ത് ചെറിയ തൈയായിരുന്നു. ഇപ്പോൾ അത് വലിയ മരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഇരണി മരം ഇവിടെ ഉണ്ടായതുകൊണ്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല തണലാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങളിത് മുറിച്ച് മാറ്റാതെ, അതിൻ്റെ ചുള്ളിക കമ്പുകളൊക്കെ ഇങ്ങനെ വീടിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് മുറിച്ച് ഇങ്ങനെ ഇതാക്കുന്നല്ലാതെ മരം ഇങ്ങനെ മുറിക്കാതെ വെച്ചേക്കണത്. നമ്മളെ വീട്ടുമുറ്റത്ത് നല്ലൊരു ഗുണമുള്ള ഒരു മരമാണ്. ഇരണി എന്നും പറയും, പിന്നെന്തോ ഇലഞ്ഞി എന്നും പറയും. ഇനി വേറെ എന്തെങ്കിലും പേര് പറയുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വരാനായി. അപ്പോൾ ഞാനിങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് ബസ് കാത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാ മോനാണ് ഫസ്റ്റ് ഓടി വരും കേട്ടോ. ബസ് ഇറങ്ങിയാൽ ഫസ്റ്റ് രണ്ടാളും ഭയങ്കര തല്ലാണ്, പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഞാൻ ഫസ്റ്റ് പോകണം സെക്കൻഡ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ്. മോള് ലാസ്റ്റ് വരുള്ളൂ. അതാ മോനാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ ആയത് കേട്ടോ. ഞങ്ങൾ ആമസോണിൽ നിന്നൊരു സോളാർ ലൈറ്റ് വാങ്ങിയിരുന്നു. ഇതാ കാണാൻ പറ്റുന്നുണ്ടോ ഈ ലൈറ്റ്? ഞങ്ങൾ ഇതിൻ്റെ 5 സ്റ്റാർ ഇതിൻ്റെ റേറ്റ് കണ്ടപ്പോഴേ ഞങ്ങൾ വാങ്ങിയതാണ്. പക്ഷേ ഇത് പണി പറ്റിച്ചിരിക്കണം. ഈ സാധനം ആകെ 1 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ. 1 മണിക്കൂർ മാത്രമേ അത് കത്തുള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ ഇത് സാധാരണ അതിൽ പറഞ്ഞിട്ടുള്ളത് ആളുകളടുത്ത് കൂടി പോകുമ്പോൾ ഒന്നും കൂടി അത് ബ്ലിങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് ബ്രൈറ്റ്നെസ് കൂടും അതിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയത്. പക്ഷേ ഇതെനിക്ക് തോന്നുക വെച്ചതിൻ്റെ ശേഷം ആകെ 1 മണിക്കൂറേ കത്തുള്ളൂ. ഒരു മഗ്‌രിബിൻ്റെ ശേഷം ഒരു ഇരുട്ടാവുമ്പോൾ കത്തിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് ഓഫാവും. അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് അത് കത്തുണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റാണ് ഇപ്പോൾ നമുക്ക് ഉപകാരമുള്ളത് കേട്ടോ. ഇതിനെക്കൊണ്ട് ഇപ്പോൾ ഉപകാരമൊന്നുമില്ല. അത് വെറുതെ അവിടെ വെച്ചതല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒഴിവാക്കാൻ നിന്നാണ്. ഏതായാലും ഇപ്പോൾ പുതിയത് വെച്ചതാണ്, കുറച്ചൊന്ന് പഴകട്ടെ, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ച്.